ഞെട്ടിപ്പോയി കിടക്കാണ്, കിളി പോയി കിടക്കാണ്. കണ്ടോളൂ. ഹലോ, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വീഡിയോ പുതുതായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് വില്ലേജത്തിലാണ്. വില്ലേജത്തിൽ ഞാൻ ഇതുവരെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ജസ്റ്റ് പുറത്തു കൂടെ ഇങ്ങനെ കറങ്ങി നടക്കാന്നല്ലാതെ കയറിയിട്ടില്ല. ഓക്കെ. ഇന്ന് ഞാൻ കയറി ഞെട്ടിപ്പോയി കിടക്കാണ്, കിളി പോയി കിടക്കാണ്. കണ്ടോളൂ. വീഡിയോ അധികം ദീർഘിപ്പിക്കൊന്നുമില്ല, സിമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. 5 മിനിറ്റ് ഉണ്ട്. കിളി പോവും, നിങ്ങൾ തന്നെ കിളി പോവും. എൻ്റെ കിളി പോയി കിടക്കുക, നിങ്ങളുടെ പോവും. കാണിച്ചു തരാം. മേലെ ആകാശം കണ്ട, മേലെ ആകാശം, താഴെ വെള്ളം. ഇത് കിടക്കുന്ന എവിടെയാണെന്ന് അറിയോ? മാളിൻ്റെ ഉള്ളിലാട്ടോ. അടിപൊളി കാഴ്ച. ഫുള്ള് ആളുകളാണ്. വരുന്നോക്കി, മേലോട്ടൊക്കെ ആകാശം. അടിപൊളി. ഓക്കെ. ഞാൻ ഇതിനുള്ളിൽ കയറിയിട്ടില്ല വരെ. കയറിയിട്ട് ഇത്ര സംഭവമാണെന്നല്ല നമ്മൾ അറിയണ്ടേ. അടിപൊളിയല്ലേ? നല്ല രസമല്ലേ കാണാൻ? പകലല്ല കേട്ടോ, ഇത് രാത്രിയാണ്. ഓക്കെ. എന്താ രസം കാണാൻ. എടാ, വെള്ളത്തിൻ്റെ കളറൊക്കെ. സ്വിമ്മിങ് ആണ് സംഭവം, വല്ല ഇതൊന്നുമില്ല, ആഴൊന്നുമില്ല. സംഭവം നല്ല രസമാണ്. എനിക്ക് അതിനൊരു സാധനം വാങ്ങാണ്ട്, അത് വാങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വരാൻ പോകുന്നതേ. ഇതെങ്ങനെയുണ്ട് ഈ സെറ്റപ്പ്? കീടുവായില്ലേ? തൊപ്പിയൊക്കെ ഇട്ട് മറ്റേ ചൈനക്കാർ ഒക്കെ നടത്തുന്ന മാതിരിയുള്ള പരിപാടിയാണ്. സംഭവം നല്ല രസമുണ്ട്. ഇതിന് നടുവ് കൂടെ വെള്ളമാണ്, മറ്റേ സ്വിമ്മിങ് പൂള് പോലെയാണ് സംഭവം. സംഭവം കിടുക്കാച്ചായി, അടിപൊളി. അപ്പുറത്ത് എന്തോന്നുണ്ട്, നമുക്ക് പോയി കാണാം. ലാസ്റ്റിൽ എന്തോന്നുണ്ടാവും. ഇവിടെ ഈദ് മുബാറക്ക് കഴിഞ്ഞിട്ടില്ല ചേട്ടാ. അടാ, ഇനി ഞാൻ പറഞ്ഞ അവിടെയാണ്. അവിടെ ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ പോരാൻ നമുക്ക്. ഇത് ഞാൻ ആദ്യമായിട്ട് കാണാം. ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. കുറച്ചേ ഉള്ളൂ, ഒരു 200-300 മീറ്റർ ഉണ്ടാവുള്ളൂ. പക്ഷേ അടിപൊളിയാണ്. ഓക്കെ. കിടുക്കാച്ചാണ്. വരുന്നത് നോക്കി. ഇങ്ങനെ ഈ ഫ്രെയിം കാണുമ്പോൾ എന്താ തോന്നുന്നത്? ജസ്റ്റ് ബിൽഡിങ്ങിൻ്റെ മേലെ ആകാശം, താഴെ വെള്ളം അല്ലേ? ഇത് ആർട്ടിക്കിളാണ് കേട്ടോ സംഭവം. ഇതൊക്കെ വരുന്ന സാധനം. ഇതിവിടെ വരെ ഉള്ളൂ. ഇത് എൻഡാണ് ഇവിടെ. ഓക്കെ, എൻഡാണ്. നമ്മൾ രസമുണ്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നമ്മളെ എന്താ പറയുക, വെണ്ടം ആ ഏരിയയിലൊക്കെ ഉണ്ടത്, പേരലിൻ്റെ ഏരിയയിലൊക്കെ ഉണ്ടത്. പക്ഷേ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇത് അടിപൊളിയായിട്ടോ. 4 ആൾ സീറ്റൊക്കെ 4 ആൾക്ക് പറ്റിയ അടിപൊളിയല്ലേ? ഇനി അവിടെ ഇവിടെ എന്തോന്നുണ്ട്. എന്തായാലും ഇങ്ങോട്ട് കയറി കണ്ടിട്ട് തന്നെ പോകണം. വെള്ള ഒഴിച്ചാലും വെളിച്ചില്ലെങ്കിലും ഇവിടെ മറ്റേ ഭയങ്കര സെറ്റപ്പാണ് കാണിച്ചത്. ഇത് എങ്ങനെ ഇതിനുള്ളിൽ നിന്ന് ഞാൻ എടുക്കുക നോക്കിയേ. മേലെ നോക്കിയേ, മേലെ ഇതിൻ്റെ രസം. ഇവിടെ എന്താ സെറ്റപ്പ് ഉണ്ട് എന്താ എനിക്ക് മനസ്സിലായില്ല. മറ്റേ ഈ ടയറുള്ള ഷൂ ഒക്കെ അതായത് എന്തൊക്കെ സെറ്റപ്പാണ്. ബന്നോളി വില്ലേജത്ത് വരുന്നോളി, ബന്നോളി VIP ഡോറ് കൂടെ അവിടെ കയറിയാൽ മതി. അല്ലെങ്കിൽ കാലിഫോർണിനുള്ളിൽ കൂടെ കയറിയിട്ട് കാലിഫോർ കഴിഞ്ഞ് ലെഫ്റ്റ് അടിച്ചാൽ മതി. സംഭവം കാണാം. ഇതിൻ്റെ മേലൊക്കെ നോക്കി ഫുള്ള് ഫുഡ് ഐറ്റംസാണ്. മേലൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കണം. വേറൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഉണ്ടോ, ഫുഡ് കഴിക്കാം, മേലെ ഇരുന്നിട്ട് അവിടെ നിന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കാം. വേറൊരു ലെവലായിരിക്കും. അവിടേക്ക് തപ്പിക്ക് വെച്ച്. പക്ഷെ മലയാളികളുണ്ട് കേട്ടോ, ഒരുപാട് മലയാളികൾ കയറുന്നുണ്ട് ഇതിൽ. നമുക്ക് ഇതൊക്കെ മലയാളി ഫാമിലിയാണ് കണ്ടിട്ട് തോന്നുന്നു. മേലെ കയറിക്കാം. മേലെ കയറിയിട്ടുള്ള വൈബ് എങ്ങനെയാണ് നോക്കുന്നു. മേലെ കയറിയിട്ടുള്ള വൈബ് ഓക്കെ, വേറെ ലെവലുമാണ്. ഫോട്ടോ ഒക്കെ എടുക്കട്ടെ അവിടുന്ന്. ഇത് അവിടെ വരെ ഉള്ളു, ആ എൻഡ് വരെ ഉള്ളു. പക്ഷെ ഒരു രസമാണ്. ചെക്കന്മാരെ വെച്ചിട്ട് 3-4 ഫോട്ടോ എടുത്ത് ഇനി നേരെ വിടാം. ഇങ്ങനെ ചെയറിൽ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാനാണ് 1000-1500 ചിലവാക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. മനസ്സിലായില്ലേ? എന്തായാലും കണ്ടത് എങ്ങനെ ഉണ്ട് എന്നുള്ള അഭിപ്രായം എല്ലാവരും പറയും. എനിക്ക് കണ്ടോടത്തോളം ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് കണ്ടാലും എങ്ങനെ ഉണ്ടെന്നുള്ള കമൻറ്റ് ചെയ്യും.
ഓക്കെ, നിങ്ങളാരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ എന്താല്ലേ, ഞാൻ ഇനി അധികം പറഞ്ഞ് വെറുപ്പിക്കണില്ല. അതുപോലെ ഈ ചെയർ ഇതൊക്കെ ബുക്ക്ഡാണ്. കസ്റ്റമേഴ്സ് ഇതൊക്കെ ബുക്ക് ചെയ്യണം. ഈ ചെയർ ബുക്ക് ചെയ്യാൻ തന്നെ നല്ല റേറ്റ് ഉണ്ട്. ഇവിടുന്നാണ് സ്റ്റാർട്ടിങ്. ആണോ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കണ്ടില്ലേ അവിടെ വരെ എത്തും. അത്രേ ഉള്ളൂ. എറിയുന്നൊരു 100-200 മീറ്റർ 150 മീറ്റർ അത്ര ഉണ്ടാവുള്ളൂ. അതിൻ്റെ മേലൊക്കെ ഒന്നുമില്ല. അവിടെ കിടക്കുന്നു. ലോകം വേറെ വൈബാണ്. ഇതിന് വില്ലേജ് എന്നാണ് ഇതിൻ്റെ ഈ മാളിൻ്റെ പേര്. അതുപോലെ തന്നെ ഓരോ വില്ലേജ് പോലെ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കിയിട്ടുണ്ടോ പല കളറിൽ. അതൊരു സെറ്റപ്പല്ലേ ഉണ്ടോ? എനിക്ക് വേറിട്ട് നിൽക്കുന്ന ബിൽഡിങ്ങുകൾ പോലെ ഒക്കെ ഒരു ഇതിൻ്റെ ഉള്ളിലാണ്, ഒരു ഗോദാമിൻ്റെ ഉള്ളിലാണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ. കണ്ടോ, പകല് പോലെ അല്ലേ, ഒരു ഈവനിങ് വൈബില്ലേ അത് കാണുമ്പോൾ. ഞാനിതിനുള്ളിലേക്ക് കയറിയിട്ടില്ല, ഞാൻ ആദ്യമായിട്ടാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ കറങ്ങുന്നത്, ആദ്യമായിട്ടാണ് ഇതിനുള്ളിൽ. സാധാരണ വണ്ടി എടുത്ത് പുറത്തിറങ്ങിയിട്ട് അവിടെ ആരെങ്കിലും കണ്ട് കമ്പനി അടിച്ച് കുത്തിരിക്കലാണ്. പക്ഷേ ഇത് ഇന്ന് കയറിയിട്ടില്ലെങ്കിൽ നഷ്ടമായില്ല. നമ്മുടെ വിളി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓരോ ബിൽഡിങ്ങിനും ഓരോ പ്രത്യേകതയാണ്. അല്ല, ഓരോ ബിൽഡിങ്ങിനും ഓരോ പ്രത്യേകത, ഓരോ കവാടം കൊടുത്താണ്. അങ്ങനെ എനിക്ക് വെർച്വം എന്ന് പറഞ്ഞാണ്ട് ഒരു ഷോപ്പിൽ കയറാണ്ട്, അത് എവിടെ നോക്കണം ഞാൻ. ഓക്കെ, സംഭടി ഇവിടെ അല്ലേ ബിൽഡിങ്ങൊക്കെ. ഓക്കെ, എന്തായാലും എന്താ പറയുക, ഈ ബിൽഡിങ്ങൊക്കെ എന്താ ലുക്ക്, പല കളറിൽ സംഭടി പൊളി. അപ്പോൾ ഉള്ള വീഡിയോ വെച്ചിട്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യും. ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ഉള്ളിൽ കയറിപ്പിങ്ങനെ തോന്നി വീഡിയോ എടുക്കുന്നത് നന്നാവുന്നുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം, ഇതുപോലത്തെ രസകരമായിട്ടുള്ള വീഡിയോയിൽ കാണാം. അതുവരെ ബൈ ബൈ. ഓക്കെ, ബൈ ബൈ. വേറെ കഴിയില്ല, കാരണം അതിൻ്റെ സാധനം